എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ പാരിപ്പള്ളി, മുക്കട, കടമ്പാട്ടുകോണം എന്നീ ഭാഗങ്ങളിലെ നാഷണൽ ഹൈവേ 66-ൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള വർക്ക് അപ്ഡേറ്റ് ആണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. വർക്ക് നടക്കുന്ന എല്ലാ ഭാഗത്തെയും വീഡിയോ ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. വീഡിയോ ആരംഭിക്കുന്നത് കല്ലുവാതിക്കൽ ടോൾ പ്ലാസ കഴിഞ്ഞ് പാരിപ്പള്ളി ഡയറക്ഷനിലേക്കാണ്. ഇപ്പോൾ നേരെ കാണുന്നത് പാരിപ്പള്ളിയിലേക്കുള്ള എക്സിറ്റ് പോയിൻ്റാണ്. സർവീസ് റോഡ് വഴിയോ അല്ലെങ്കിൽ എക്സിറ്റ് പോയിൻ്റ് വഴിയോ നമുക്ക് പാരിപ്പള്ളിയിലേക്ക് പോകാൻ കഴിയും. ഇപ്പോൾ ഈ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഇലക്ട്രിക് പോളുകളും ലൈറ്റുകളുമൊക്കെ ഫിറ്റ് ചെയ്തിരിക്കുന്നതായി കാണാം. വീഡിയോ കാണുന്നവർ ദയവായി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായൊക്കെ രേഖപ്പെടുത്തുക. ഇവിടെ നിന്നും നേരെ പോകുന്നത് പാരിപ്പള്ളി ഫ്ലൈ ഓവറിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ ഭാഗമാണ്. നമുക്ക് ആ ഭാഗത്തെ കാഴ്ചകളൊന്ന് പോയി കാണാം. ഏകദേശം 3/4 കിലോമീറ്ററോളം ഭാഗത്ത് മെയിൻ റോഡിൻ്റെ ടാറിങ് വർക്കുകളും കൂടാതെ ക്രാഷ് ബാരിയറിൻ്റെ കാസ്റ്റിംഗ് വർക്കുകളും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇവിടെ മെയിൻ റോഡിൻ്റെ ഭാഗത്ത് വെച്ചിരിക്കുന്ന ഫ്രിക്ഷൻ സ്ലാബുകളൊക്കെ പാരിപ്പള്ളിയിലെ ഫ്ലൈ ഓവറിനോട് ചേർന്നുള്ള ഭാഗത്ത് ഫിക്സ് ചെയ്യാനുള്ളതാണ്. കഴിഞ്ഞ വീഡിയോ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഏറെക്കുറെ മണ്ണ് ഫില്ല് ചെയ്യുന്ന വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 2 സൈഡിലെയും ആറിവാൾ ബ്ലോക്കുകളെല്ലാം സ്ഥാപിച്ച് അത് ലെവൽ ചെയ്ത് അതിന് ടോപ്പിലായി കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നതായി കാണാം. ഈ ഒരു ലെവലിലായിരിക്കും മണ്ണ് ഫില്ല് ചെയ്യുന്നത്. അതിനുശേഷം അതിൻ്റെ മുകളിൽ ഫ്രിക്ഷൻ സ്ലാബുകൾ സ്ഥാപിക്കും. ഫ്രിക്ഷൻ സ്ലാബുകൾ സ്ഥാപിച്ചതിന് ശേഷം GSP ഫില്ല് ചെയ്ത് അതിന് മുകളിലായിട്ടായിരിക്കും ടാറിംഗ് പ്രവൃത്തികളൊക്കെ നടക്കുന്നത്. ഇപ്പോൾ ഇടവിട്ടുള്ള സമയങ്ങളിൽ മഴ പെയ്യുന്നതിനാൽ വർക്ക് ഭാഗികമായി മാത്രമേ നടക്കുന്നുള്ളൂ. ഇനി ഇവിടെ നിന്നും തിരിച്ച് എക്സിറ്റ് പോയിന്റിൽ ചെന്ന് പാരിപ്പള്ളിയിലെ കാഴ്ചകൾ കാണാം. നേരത്തെ പറഞ്ഞതുപോലെ ടോൾ പ്ലാസ കഴിഞ്ഞ് സർവീസ് റോഡ് വഴിയോ അല്ലെങ്കിൽ സെപ്പറേറ്റായി നിർമ്മിച്ചിരിക്കുന്ന ഈ ഒരു എക്സിറ്റ് പോയിൻ്റ് വഴിയോ നമുക്ക് പാരിപ്പള്ളിയിലേക്ക് പോകാവുന്നതാണ്. ഇവിടെ നിന്നും പാരിപ്പള്ളി ജംഗ്ഷൻ വരെയുള്ള സർവീസ് റോഡിൻ്റെ ഫസ്റ്റ് ലെയർ ടാറിങ്ങാണ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. ഈ സർവീസ് റോഡിൻ്റെ പല ഭാഗങ്ങളിലും വീതി വളരെ കുറവാണ്. ഇപ്പോൾ മുകളിലായി കാണുന്ന ക്രാഷ് ബാരിയറുകൾ കാസ്റ്റ് ചെയ്തിരിക്കുന്ന ഭാഗം വരെയാണ് മുകളിൽ ടാർ ചെയ്തിരിക്കുന്നത്. അതിനുശേഷമുള്ള ഏകദേശം 100 മീറ്ററോളം ഭാഗത്താണ് ഇനി വർക്ക് നടക്കാനുള്ളത്. ഇപ്പോൾ പാരിപ്പള്ളി ജംഗ്ഷനിലെ ഫ്ലൈ ഓവറിനടുത്താണ് എത്തിയിരിക്കുന്നത്. ഫ്ലൈ ഓവറിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അടുത്ത ഘട്ടമായിട്ടുള്ള പ്ലംബിംഗ് വർക്കുകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. പെയിൻറ്റിംഗ് വർക്കിനായിട്ടുള്ള ഇനിഷ്യൽ പ്രൊസീജിയറുകളും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 2 ഓപ്പണിങ്ങുകളാണ് ഇപ്പോൾ വാഹനഗതാഗതത്തിനായി തുറന്നു കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഫ്ലൈ ഓവറിൻ്റെ തെക്ക് സൈഡിലെ അപ്രോച്ച് റോഡിൻ്റെ ഭാഗമാണ്. ഇവിടെയും മണ്ണ് ഫില്ല് ചെയ്യുന്ന വർക്കാണ് നടക്കുന്നത്. കല്ലുവാതിക്കൽ ടോൾ പ്ലാസ കഴിഞ്ഞ് ആരംഭിക്കുന്ന ഫ്ലൈ ഓവറിന് വേണ്ടിയുള്ള അപ്രോച്ച് റോഡ് അവസാനിക്കുന്നത് മുക്കട അണ്ടർപാസ് കഴിഞ്ഞാണ്.
ഏകദേശം 1.5 കിലോമീറ്ററിൽ കൂടുതലുള്ള സ്ഥലം ഉയരപാതയായാണ് കടന്നു പോകുന്നത്. ഇത്രയും ഭാഗത്ത് മണ്ണിട്ട് ഫില്ല് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വർക്ക് വളരെ സ്ലോ ആയി തോന്നുന്നത്. അറിവാൾ ബ്ലോക്കുകൾ ഇനിയും ഉയരത്തിൽ കണക്ട് ചെയ്യാനുണ്ട്. ഇപ്പോൾ മുകളിലായി കാണുന്ന ഫ്രിക്ഷൻ സ്ലാബുകൾ സ്ഥാപിച്ചിരിക്കുന്ന ഭാഗം വരെയാണ് ടാറിംഗ് വർക്കുകൾ കംപ്ലീറ്റ് ആക്കിയത്. ആ ഭാഗത്തേക്ക് പോയി നമുക്ക് കാഴ്ചകളൊക്കെ കാണാം. ഇനി ഇവിടെ നിന്നും നേരെ മുക്കട ഭാഗത്തേക്ക് പോകാം. ഇപ്പോൾ കാണുന്നത് മുക്കടയിൽ നിർമ്മിച്ചിരിക്കുന്ന അണ്ടർപാസ് ആണ്. ഇത് ഒരു ലൈറ്റ് വെഹിക്കുലർ അണ്ടർപാസ് ആണ്. വർക്കല ഭാഗത്തേക്ക് ഹെവി വെഹിക്കിളുകൾ കടന്നു പോകുന്നതിന് പ്രയാസമുണ്ടെങ്കിലും ഇപ്പോൾ വാഹനങ്ങൾ ഇതുവഴി തന്നെയാണ് കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു അണ്ടർപാസിൻ്റെ തെക്ക് സൈഡിലെ അപ്രോച്ച് റോഡ് വഴി മാത്രമേ പാരിപ്പള്ളിയിൽ നിർമ്മിക്കുന്ന ഫ്ലൈ ഓവറിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്തെ വർക്കുകളൊക്കെ കാണാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ മുക്കട അണ്ടർപാസിൻ്റെ തെക്ക് സൈഡിലെ അപ്രോച്ച് റോഡിലൂടെ പാരിപ്പള്ളി ഡയറക്ഷനിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ നിൽക്കുന്നത് മുക്കട അണ്ടർപാസിൻ്റെ മുകൾ ഭാഗത്താണ്. അണ്ടർപാസിൻ്റെ മുകൾ ഭാഗത്തുള്ള ക്രാഷ് ബാരിയറിൻ്റെ കാസ്റ്റിംഗ് വർക്കുകളൊന്നും നടന്നിട്ടില്ല. ഇവിടെ നിന്നും നേരെ HP പെട്രോൾ പമ്പിൻ്റെ അടുത്ത് വരെയുള്ള ഭാഗത്താണിപ്പോൾ ടാറിംഗ് വർക്കുകൾ കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നത്. കൂടാതെ മധ്യഭാഗത്തെയും 2 സൈഡിലെയും ക്രാഷ് ബാരിയറിൻ്റെ കാസ്റ്റിംഗ് വർക്കുകളും നടന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് മുക്കട അണ്ടർപാസിൻ്റെയും പാരിപ്പള്ളി ഫ്ലൈ ഓവറിൻ്റെയും ഇടയ്ക്ക് വരുന്ന ഭാഗമാണ്. ഇതുവരെയാണ് ടാറിംഗ് വർക്കുകൾ കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ട്രെഡ്ജ് ചെയ്തെടുത്ത മണ്ണ് കൂട്ടിയിട്ടിരിക്കുന്നതായി കാണാം. ഇപ്പോൾ കംപ്ലീറ്റായും ട്രെഡ്ജ് ചെയ്ത മണ്ണാണ് ഉപയോഗിക്കുന്നത്. റെഡ് സോയിലുകൾ ഉപയോഗിക്കുന്നത് കുറഞ്ഞിട്ടുണ്ട്. പരൂർ പൊഴിക്കര ഭാഗത്തു നിന്നും ട്രെഡ്ജ് ചെയ്തെടുക്കുന്ന മണ്ണാണ് ഇപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പരൂർ പൊഴിക്കര നിന്നും താന്നി ബീച്ചിലേക്ക് പോകുന്ന ഭാഗമാണ്. ഇവിടെ നിന്നാണ് കൂടുതലും മണ്ണ് ഡ്രെഡ്ജ് ചെയ്തെടുത്ത് കൊണ്ടുവരുന്നത്. 6-7 ഡ്രെഡ്ജിങ് മെഷീനുകൾ ഒരേ സമയത്ത് വർക്ക് ചെയ്താണ് ഇവിടെ നിന്നും മണ്ണടിക്കുന്നത്. ഇവിടെയും റോഡിൻ്റെ 2 സൈഡിലുമായി ഫ്രിക്ഷൻ സ്ലാബുകൾ അടുക്കി വച്ചിരിക്കുന്നതായി കാണാം. ഇത് പാരിപ്പള്ളി ഭാഗത്തൊക്കെ ഉപയോഗിക്കാനുള്ളതാണ്. ഇനി ഇവിടെ നിന്ന് മുന്നോട്ട് പോകാൻ കഴിയുകയില്ല. മണ്ണ് കൂട്ടിയിരിക്കുന്ന ഭാഗം മുതൽ പാരിപ്പള്ളി ഫ്ലൈ ഓവറിൻ്റെ അടുത്തുവരെയുള്ള ഭാഗത്തെ വീഡിയോ മറ്റൊരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് കാണിക്കാം. ഇനി ഇവിടെ നിന്നും തിരിച്ച് കടമ്പാട്ടുകോണം ഭാഗം വരെ പോകാം. ഇപ്പോൾ കടമ്പാട്ടുകോണം ഡയറക്ഷനിലേക്കാണ് പോകുന്നത്. വാഹനങ്ങൾ സർവീസ് റോഡ് വഴിയാണ് കടത്തിവിടുന്നത്. മെയിൻ റോഡിൻ്റെ ഭാഗം ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ മെയിൻ റോഡിൻ്റെ സെക്കൻഡ് ലെയർ ടാറിംഗ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ലൈൻ മാർക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട്, പക്ഷേ കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. സൈഡിലുള്ള ലൈൻ മാർക്കിംഗ് ആണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇവിടെ മുതൽ കടമ്പാട്ടുകോണം ജംഗ്ഷൻ വരെയുള്ള ഭാഗത്ത് 6 വരി പാതയുടെയും 2 സൈഡിലെയും സർവീസ് റോഡിൻ്റെയും വർക്ക് വളരെ മുന്നേ തന്നെ കംപ്ലീറ്റ് ആക്കിയതാണ്.
ഇപ്പോൾ സ്ട്രീറ്റ് ലൈറ്റിന് വേണ്ടിയുള്ള പോളുകൾ രണ്ട് സൈഡിലും കണക്ട് ചെയ്തിരിക്കുന്നതായി കാണാം. ഇതിൽ ലൈറ്റുകളൊന്നും ഫിക്സ് ചെയ്തിട്ടില്ല. ഇപ്പോൾ കടമ്പാട്ടുകോണം ഭാഗത്താണ് എത്തിയിരിക്കുന്നത്. കടമ്പാട്ടുകോണം മുതൽ കഴക്കൂട്ടം വരെയുള്ള ഭാഗത്തെ വർക്കുകൾ ഏറ്റെടുത്തിരിക്കുന്നത് RKC കമ്പനിയാണ്. ഈ ഭാഗത്തെ വീഡിയോകളൊക്കെ കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നു. ഇതിൻ്റെ ലിങ്ക് എൻ്റെ സ്ക്രീനിലും ഐക്കാർഡിലും ആഡ് ചെയ്തേക്കാം. കടമ്പാട്ടുകോണം മുതൽ കാവനാട് വരെയുള്ള ഭാഗമാണ് ശിവാലയ കമ്പനി കരാർ ഏറ്റെടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്താണ് ശിവാലയയുടെ സൈറ്റ് ആരംഭിക്കുന്നത്. ഇവിടെയും സർവീസ് റോഡിൻ്റെ ഫസ്റ്റ് ലെയർ ടാറിങ് മാത്രമേ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളൂ. ഇനി ഇവിടെ നിന്നും നേരെ പാരിപ്പള്ളി ഡയറക്ഷനിലേക്ക് പോകാം. നിങ്ങളിപ്പോൾ കാണുന്ന ഈ ഒരു എക്സിറ്റ് പോയിൻ്റ് വഴിയാണ് തിരുവനന്തപുരം ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ പാരിപ്പള്ളിയിലേക്കൊക്കെ പ്രവേശിക്കാനുള്ളത്. കൊല്ലം ജില്ലയിൽ ശിവാലയ കൺസ്ട്രക്ഷൻ്റെ സൈറ്റിൽ മാത്രമാണ് ഇതുപോലെയുള്ള എക്സിറ്റ് എൻട്രി പോയിൻ്റുകൾ കാണാൻ കഴിയുന്നത്. ഇവിടെ നിന്നും ഇടതേക്ക് തിരിഞ്ഞാണ് വർക്കല പോകുന്നത്. ഈ ഒരു ഭാഗത്തായിരുന്നു യഥാർത്ഥത്തിൽ അണ്ടർപാസ് വരേണ്ടിയിരുന്നത്. ഇവിടെ നിന്നും ഏകദേശം 100 മീറ്ററോളം മാറിയാണ് ഇപ്പോൾ അണ്ടർപാസ് നിർമ്മിച്ചിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് വർക്കല ഭാഗത്തേക്ക് പോകാനുള്ള ബസ്സുകൾ അണ്ടർപാസിനകത്തുകൂടി കടന്നു വരുന്നതാണ്. ഇനി ഇവിടെ നിന്ന് മുന്നോട്ട് പോകാം. ഇപ്പോൾ മുകൾ ഭാഗത്ത് ക്രാഷ് ബാരിയറുകൾ കാസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഭാഗം വരെയാണ് ടാറിംഗ് വർക്കുകൾ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. കുറച്ചുകൂടി മുന്നോട്ട് പോയി ആ ഭാഗത്തെ കാഴ്ചകളൊന്ന് കാണിക്കാം. ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് പാരിപ്പള്ളിക്കും മുക്കടയ്ക്കും ഇടയ്ക്ക് വരുന്ന ഭാഗത്തെ കാഴ്ചകൾ. ഇവിടെ മണ്ണ് കൂട്ടിയിട്ടിരിക്കുന്ന ഭാഗം വരെയാണ് നേരത്തെ കാണിച്ചത്. അവിടെ മുതൽ പാരിപ്പള്ളി ജംഗ്ഷൻ വരെയുള്ള ഭാഗത്തിപ്പോൾ മണ്ണ് നിരത്തുന്ന വർക്കാണ് നടക്കുന്നത്. ഇനിയും അറിവാൾ ബ്ലോക്കുകൾ ഉയരേണ്ടതുണ്ട്. അപ്പോൾ അത്രത്തോളം മണ്ണുകൾ ഇനിയും ഡ്രെഡ്ജ് ചെയ്ത് കൊണ്ടുവരണം. മണ്ണിന് ക്ഷാമമുള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഡ്രെഡ്ജ് ചെയ്ത് മണ്ണെടുക്കാനുള്ള അനുവാദം നൽകിയിരിക്കുന്നത്. അതുകൊണ്ടാണ് പല ഭാഗങ്ങളിലും ഇതുവരെയും വർക്ക് പുരോഗമിക്കാതിരുന്നത്. ഇനി എത്രയും പെട്ടെന്ന് തന്നെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആക്കാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ പാരിപ്പള്ളി ജംഗ്ഷനിലാണ് എത്തിയിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ രണ്ട് ഭാഗത്തെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആക്കി വാഹന ഗതാഗതത്തിനായി തുറന്നു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ മൂന്നാമതായുള്ള ഭാഗം ക്ലീൻ ചെയ്ത് ഉടനെ തന്നെ തുറക്കുമായിരിക്കും. വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ കുറേയൊക്കെ പരിഹരിക്കപ്പെടാം. ഇപ്പോൾ ഫ്ലൈ ഓവറിൻ്റെ വടക്ക് സൈഡിലെ അപ്രോച്ച് റോഡും ഫ്ലൈ ഓവറിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഭാഗത്ത് വർക്കുകൾ നടക്കുന്നതായി കാണാം. ഇനി ഇവിടെ നിന്നും നേരെ ടോൾ പ്ലാസയുടെ അടുത്തുവരെ പോയി ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഇവിടെയും റോഡിൻ്റെ ഫസ്റ്റ് ലെയർ താരങ്ങികൾ മാത്രമാണ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്.
പാരിപ്പള്ളിയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ സർവീസ് റോഡ് വഴി നേരെ ടോൾ പ്ലാസയിലേക്കാണ് പ്രവേശിക്കുന്നത്. ടോൾ പ്ലാസ എത്തുന്നതിന് മുന്നേ യു ടേണുകളൊന്നുമില്ല. അതുകൊണ്ട് വാഹനങ്ങൾ ഡയറക്റ്റായി ടോൾ പ്ലാസയിലേക്ക് പ്രവേശിക്കേണ്ടി വരും. കല്ലുവാതുക്കൽ ഭാഗത്തെ അപ്ഡേറ്റുകളുമായി ഉടൻ തന്നെ വരാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായി രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.